അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരങ്ങളെ, കേരളത്തിൽ ആകമാനം അറിയപ്പെട്ട, കേരളത്തിന് പുറത്തും അറിയപ്പെടുന്ന വലിയ സിയാറത്ത് കേന്ദ്രമാണ് തിരുവനന്തപുരം ഭീമാപള്ളി. അവിടെയുള്ള കാഴ്ചകളും മറ്റുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ മനോഹരമായ അന്തരീക്ഷമുള്ള, കാണാൻ തന്നെ മനസ്സിന് വല്ലാതെ കുളിർമ നൽകുന്ന ഒരു സ്ഥലം. അവിടെ എത്തിയപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. അതിനകത്ത് അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുന്നു. അവിടെ കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ വലതുവശത്ത് കാണാം മരുന്ന് കിണർ. മരുന്ന് കിണർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത്, ഏതൊരു അസുഖത്തിനാണോ നമ്മൾ അവിടെ ചെല്ലുന്നത്, ആ കിണറിലെ വെള്ളം എടുത്ത് ആ വെള്ളം കൊണ്ട് കുളിച്ചാൽ ആ അസുഖം ഭേദമാകുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഭേദമായവരും ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ഏതൊരാളും അവിടെ ചെന്നു കഴിഞ്ഞാൽ ആദ്യം ആഗ്രഹിക്കുന്നതും ആ വെള്ളം എടുക്കുക, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ അവിടെ ചെന്നപ്പോഴും ഞാൻ കിണർ കണ്ടു. ആ കിണറിലെ രംഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടെ ഒരാൾ കുളിക്കുന്നത് കാണുന്നത്. അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു, എന്റെ കുടുംബത്തിലുള്ള പലർക്കും ഇവിടെ വന്ന് കുളിച്ചപ്പോൾ അസുഖം ഭേദമായിട്ടുണ്ട്. എനിക്ക് ഉള്ള അസുഖം മാറാൻ വേണ്ടി എന്റെ കുടുംബവും എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതാണ്. ഇങ്ങനെ ഒരുപാട് പേർ അവിടെ വന്നു പോകുന്നതായി അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലതുവശത്ത് കാണുന്ന ഒരു മഖാമുണ്ട് ബാവയുടെ. അവിടെ നേർച്ചയാക്കിയാലും ഒരുപാട് കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാനിതെല്ലാം കണ്ട് അതിനകത്ത് ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ നടത്തം മുന്നോട്ടേക്ക് നീങ്ങുകയും അങ്ങനെ മഖാമിന്റെ പരിസരത്തേക്ക് ചെന്ന് അവിടെ മനോഹരമായ കാഴ്ചയാണ്. അൽഹംദുലില്ലാഹ്, പ്രാവുകൾ ഒരുമിച്ച് കൂടുന്നതും അവകളും അതുപോലെ തന്നെ ആടും മറ്റുമൊക്കെ അവിടെ കൂടി അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും കാണാൻ തന്നെ വല്ലാത്തൊരു ആനന്ദമാണ്. ഞാൻ അതിനകത്ത് പള്ളിയുടെ ചേർന്ന് കിടക്കുന്ന ഈ മഖാമിനോട്ട് ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും അതിനകത്തുണ്ട്. എല്ലാവരും അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി കയറിയതാണ്. ഒരുപാട് പേർ അവിടെ ഇരുന്ന് ദുആ ചെയ്യുകയും ഖുർആൻ ഓതുകയും അവർ സംഭാവന കൊടുക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും അതിശയം തോന്നുന്നത്, ആരാണോ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് ഉടനെ തന്നെ അവിടുന്ന് ദുആ ചെയ്തു കൊടുക്കുകയും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുന്നു എന്നുള്ളത് വല്ലാത്ത സന്തോഷം തോന്നി. അവിടെ ഞാനും ഒരുപാട് സമയം ദുആ ചെയ്തു. മനസ്സിന് വല്ലാത്ത സാന്ത്വനം ലഭിച്ചതുപോലെ. അങ്ങനെ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറുമ്പോൾ അവിടെ കണ്ടത് നല്ല മനോഹരമായ പഴയ കാലത്തുള്ളതുപോലെ തന്നെ വിശാലമായ വലിയ കുളം പോലെയാണ്. ഒരു ഹൗദ്, സാധാരണ കുളം പോലെയുള്ള ഹൗദ്. അതിൽ ചുറ്റും ഇരുന്നു കൊണ്ടാണ് വുളു എടുക്കുന്നത്. നല്ല തണുപ്പുള്ള, ഏതൊരവസ്ഥയിലും തണുത്ത വെള്ളം കിട്ടുന്ന ഒരു കാലാവസ്ഥ. അൽഹംദുലില്ലാഹ്, അവിടുന്ന് വുളു എടുത്ത് നമസ്കരിച്ച് അവിടെയുള്ളവരോട് കുറച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവിടുത്തെ ചുറ്റുപാടും ചരിത്രങ്ങളും ഒക്കെ ചോദിച്ചു. തിരിച്ചു വരുന്ന സമയത്ത് 2-3 പേർ പള്ളിയുടെ ചാര നിന്നുകൊണ്ട് ചായയും കടിയും ഒക്കെ ഉണ്ടാക്കുന്നത് കാണുന്നു. നല്ല അടിപൊളി ഇഞ്ചിയും മറ്റുമൊക്കെ ചേർത്തുള്ള ബോംബെയിലൊക്കെ കിട്ടുന്നത് പോലെയുള്ള നല്ല മസാല ചായയും കുടിച്ച് കോളിഫ്ലവർ പൊരിച്ചതും ഒക്കെ കഴിച്ച് റാഹത്തോടെ അവിടുന്ന് മടങ്ങി. മനസ്സിനും വല്ലാത്ത സുഖം. അല്ലാഹു തആല അവിടെ എത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.